സത്യമേ, 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 മൊബൈലിലൊരു വാർത്ത വന്നിരിക്കുന്നു. വാർത്തയോ? ആരെക്കുറിച്ച്? അത് പിന്നെ എടി, ആരെക്കുറിച്ചുള്ള വാർത്തയാന്നാ ചോദിച്ചത്? ശാലിനി കുഞ്ഞിനെയും ശിവനെയും ചേർത്തുള്ള വാർത്തയാ. ശാലിനിയും ശിവനെയും കുറിച്ചോ? കാണിച്ചു നോക്കട്ടെ. ശ്ശോ. ഈശ്വര, അവനിപ്പോ ചതിക്കായിരുന്നു അല്ലേ എന്നെ? എവിടെ സത്യമേ? നോക്കട്ടെ. എന്നാലും അവൻ സത്യമേ, ഈ മൊബൈലിൽ വരുന്നതൊക്കെ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുത്. ചിലതൊക്കെ ശുദ്ധ തട്ടിപ്പാ. എടെ, തട്ടിപ്പായിട്ടാണോ അവർ രണ്ടുപേരും കൂടി കല്യാണവും കഴിഞ്ഞ് പൂമാലയും കൈപിടിച്ച് രജിസ്റ്റർ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്നത്? മകനെ പോലെ സ്നേഹിച്ചതാ ഞാൻ അവനെ. എന്നിട്ടാ അവൻ എന്നോട് ഈ ചതി കാണിച്ചത്. ശാലിനി, അവൾ എന്നോട് ഈ ചതി കാണിക്കുന്ന ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചല്ല. എന്റെ മകൻ വിഷ്ണുവിനെ ചതിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ജീവിതം തെരഞ്ഞെടുക്കാൻ അവൾക്ക് എങ്ങനെ സാധിച്ചു? എന്റെ കുടുംബം അവള് തകർത്തു. നാട്ടിലിറങ്ങി ഇനി ഞാൻ എങ്ങനെ നടക്കും? ഡ്രൈവറിനെ വിവാഹം കഴിച്ച കളക്ടറുടെ കഥ ഇപ്പൊ തന്നെ നാട്ടിൽ പാട്ടായി കാണും. സത്യമേ, അവര് വരട്ടെ, സത്യാവസ്ഥ എന്തെന്ന് അറിയട്ടെ, എന്നിട്ട് നമുക്ക് വരും വരാഴികളെ കുറിച്ച് ചിന്തിക്കാം. എടോ, ഇനി എന്താ ചിന്തിക്കാനിരിക്കുന്നത്? രണ്ടിനെ ഞാൻ ഈ മുറ്റത്ത് കാലുകുത്തിക്കില്ല. അവർക്ക് നാണോ മാനോ ഇല്ലെങ്കിലും എനിക്കതുണ്ട്. നാട്ടുകാരുടെ മുഖത്ത് എനിക്ക് നോക്കണം. ശിവൻ, അവൻ ഇവിടെ ജോലിക്ക് വന്നത് എല്ലാം കരുതി കൂട്ടി തന്നെയായിരുന്നല്ലേ? എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള ഒരു കളി. അതിന്റെ ഒപ്പം അവളും കൂടി എന്നെ ചതിച്ചു. വരട്ടെ ഇങ്ങോട്ട് രണ്ടും. സത്യഭാമ ആരാണെന്ന് അവർ രണ്ടുപേരും അറിയും. സത്യമേ, അത് മിണ്ടരുത് താൻ. താൻ അവർക്ക് വേണ്ടി കുറെ നേരം ആയല്ലോ വാദിക്കുന്നു. അവർക്ക് ഒത്താശ ചെയ്തു കൊടുത്തത് താനാണോ? ആണോന്ന് ഒരെണ്ണത്തിന് എനിക്കിപ്പോ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാ. എല്ലാരും ചതിക്കുക, എല്ലാവരും ചതിയന്മാരാ, എല്ലാം ചതിയന്മാരാ. ഇല്ലെങ്കിൽ അവനെ ഞാൻ സ്വന്തം മകനെ പോലെയല്ലേ കരുതിയത്? ആരോട് ചെയ്താലേ എന്നോട് ആ ചതി കാണിക്കാമായിരുന്നോ? മരുമോളെ പോലെയല്ല ഞാൻ ശാലിനിയെ കണ്ടത്. സ്വന്തം മോളെ പോലെയാ ശാലിനിയെ ഞാൻ കണ്ടത്. എന്നിട്ടും അവളെന്നെ ചതിച്ചു. അവളെന്നെ ചതിച്ചു. എനിക്കിനി ജീവിക്കണ്ട. പിള്ളേ. അയ്യോ സത്യമേ, നീ എന്തിനാ ഇതും പൊക്കിക്കൊണ്ട് ഇങ്ങോട്ട് വന്നത്? നിനക്കറിയാമോ ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടോന്ന്? അത് പിന്നെ പിള്ളച്ചേട്ടാ, ഞാൻ ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? പോയി നോക്ക് സത്യം എന്താ ചെയ്യുന്നതെന്ന്. ചെല്ലങ്ങോട്ട്. ഈശ്വര, ഇതെങ്ങനെ പറ്റി?